ഏറ്റത് നമ്മൾ ഈ നമുക്കാകെയുള്ളൊരു പ്രശ്നം LPG ഗ്യാസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ബേജാറ് മാത്രമേ ഉള്ളൂ. വേറെ ബേജാറൊന്നും നമുക്കില്ലല്ലോ. അതും എന്തിന്റെ ബേജാറാ? ഭക്ഷണം ഉണ്ടാക്കലും മുടങ്ങുമോ എന്ന പേടി മാത്രമാണ്, വേറെ പേടിയൊന്നും നമുക്കില്ല. നിങ്ങൾ നോക്ക്, പ്രവാസ ലോകത്തുള്ള പാവങ്ങൾക്ക്, വിദേശ രാജ്യങ്ങളിലുള്ള മനുഷ്യർക്ക് അവരുടെ നാളെ അവരുടെ ശരീരത്തിൽ ഉടലുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഉടലിൽ തലയുണ്ടോ, അവരുടെ ജീവൻ നിലനിൽക്കുമോ എന്നുള്ള പേടിയില്ല. ആ പേടി അള്ളാഹു നമുക്ക് തന്നില്ല, അള്ളാഹു നമ്മളെ സംരക്ഷിച്ചു. ആ മനുഷ്യരിൽ എത്ര പേര് റമദാനിന്റെ പുണ്യരാത്രികളിൽ വിട പറഞ്ഞു പോയി? ഒരു തെറ്റും ചെയ്യാത്ത എത്ര മനുഷ്യർ വിട പറഞ്ഞു പിരിഞ്ഞു പോയി. നമ്മൾക്കിടയിൽ മാരകമായ രോഗങ്ങൾ വന്ന് എത്ര മനുഷ്യർ മരണപ്പെട്ടു പോയി. അടുത്ത റമദാൻ വരെ ഞങ്ങൾ ഉണ്ടാകുമെന്നെന്ത് ഉറപ്പുള്ളത്? അടുത്ത റമദാൻ വരെ നമ്മൾ ഉണ്ടാകുമെന്നെന്ത് ഉറപ്പുള്ളത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റമദാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. റമദാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾ നിയത്ത് വെക്ക്. ഖുർആൻ സ്റ്റഡി സെന്റർ വന്ന ആൾക്കാർ ഞങ്ങളിങ്ങനെ കുറെ 10 ക്ലാസ്സൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇത്ര ദിവസമൊക്കെ വന്ന് ഇൻഷാ അല്ലാഹ് എന്താ മാറ്റം ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഈ കാണുന്നില്ല എൻ്റെ മാറ്റം, എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ലേ, എൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വന്നില്ലേ, എൻ്റെ ജീവിത രീതിയിൽ മാറ്റം വന്നില്ലേ, പണ്ട് ഞാനിങ്ങനെ ആയിരുന്നു, അല്ലല്ലോ ഇപ്പം ഞാൻ മാറിയില്ലേ എന്ന് പറയാൻ എത്ര ആൾക്ക് ധൈര്യം ഉണ്ടാവും ആലോചിച്ച് നോക്ക്. നേരെ തിരിച്ച് നമ്മൾ കേൾക്കേണ്ടി വരുന്ന വർത്താന താരങ്ങൾ എന്തായിരുന്നു അവസ്ഥ? റമദാനിൽ എന്തായിരുന്നു ഉഷാറ്? ഭയങ്കര ക്ലാസ്, നിസ്കാരം, നോമ്പ്, അത് ഇത്. ഇപ്പൊ റമദാൻ കഴിഞ്ഞപ്പോൾ വഴിക്കേ ഇല്ല. ഞാനൊരു വീട്ടിൽ പണ്ട് കോഴിക്കോട്ട് പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു ബാങ്ക് കൊടുത്ത് അടുത്ത നിസ്കാരം കലാവുന്ന കണ്ടപ്പോൾ ഞാൻ നടന്നു പോകുന്നതിനിടയിൽ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ അവർ പെട്ടെന്ന് എന്നെ കണ്ട ഉടനെ ഓടി വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പള്ളിയിൽ എത്തും തോന്നണില്ല, അത് ഞാൻ ട്രെയിൻ ഇറങ്ങി വരികയാണ്, ഒന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പം ഈ സ്ത്രീ ഭയങ്കര വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഏതെങ്കിലും പെട്ടെന്ന് ഒതുകൊടുത്ത് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ഈ സ്ത്രീക്ക് ആകെ ഒരു അങ്കലാപ്പ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് വെച്ചാൽ നോക്കുമ്പോൾ നിസ്കാരപ്പടം കാണുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ടർക്കി വിരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പറയാണ്, നമ്മളൊന്നും വിചാരിക്കരുത് കേട്ടോ, നോമ്പ് കഴിഞ്ഞപ്പോൾ അട്ടത്ത് വെച്ചതാണ്, പിന്നെ ആ സാധനം എവിടെ വെച്ചതെന്ന് കാണുന്നില്ല, അങ്ങനെ തപ്പിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് വരും നമ്മൾ അറിയില്ലല്ലോ. അങ്ങനെ റമദാൻ കഴിഞ്ഞ് നിസ്കാരക്കുപ്പായവും നിസ്കാരപ്പടവും അട്ടത്ത് വെക്കുന്ന എത്രയോ വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് പിന്നെ ഭദ്രമായിട്ട് പുറത്തെടുക്കപ്പെന്ന് വെച്ചാൽ അടുത്ത റമദാൻ വരുമ്പോൾ, കാരണം നന്നാവണല്ലോ. ഇങ്ങനെയുള്ളൊരു ദീൻ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊല്ലത്തിൽ 1 മാസം പണിയെടുക്കാൻ നന്നാവും. ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും പള്ളിയിലെ മുഅദ്ദിന് ഉസ്താദിന് ബാങ്ക് കൊടുക്കാൻ ഈ റമദാനായൊരു ചാൻസ് കിട്ടിയിട്ടില്ല. കാരണം ബാങ്ക് കൊടുക്കണം മുഴുവൻ ആരാന്ന് വെച്ചാൽ ആ ബൈക്ക് വരാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ വന്നിട്ട് ബാങ്ക് കൊടുക്കാൻ മത്സരമാണ്. എല്ലാവരും നോമ്പ് ഉസ്താദ് അതിന്റെ കൂലി ആരോടോ പറഞ്ഞു, എത്ര മുഅദ്ദിന് ഭയങ്കര സ്വർഗത്തിൽ എത്ര കൂലിയുണ്ട്. ആ കൂലി 30 ദിവസം കൊണ്ട് വാങ്ങാനുള്ള തിരക്കിലാണ് അവരൊക്കെ. എല്ലാവരും ആവേശത്തിന് ബാങ്ക് വിളിക്കുന്നു. എല്ലാ ഇമാമത്ത് നിർത്താത്തോണ്ട് നിൽക്കണില്ല എന്ന് മാത്രമല്ല, അതും നിൽക്കാൻ റെഡിയാണ്. അതുകൊണ്ട് എല്ലാത്തിനും ആവേശം. എന്നാൽ ഇവർ റമദാൻ കഴിഞ്ഞാൽ ബൈക്ക് കാണോ? ഇല്ല, ഉണ്ടാവില്ല. 27 രാവ് വരാൻ പോവാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് അറിയില്ല, എല്ലാ നാട്ടിലും അങ്ങനെയാണ്. പണ്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പോക്കുണ്ടായിരുന്നു, പ്രശ്നം ഇതിന് നിർത്തി. കാരണം ഇത് സുക്കേട് മനസ്സിലായപ്പോൾ. കാരണം തൗബ, ഇസ്തിഗ്ഫാർ, പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു